ചോദ്യം 1. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്നത്? ശരി ഉത്തരം 1885 ഡിസംബർ 28 മുതൽ 30 വരെ ബോംബെയിൽ. ഇവിടെ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായി. വോമേഷ് ചന്ദ്ര ബാനർജിയായിരുന്നു ആദ്യ അധ്യക്ഷൻ. ചോദ്യം 2. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളന വേദി? ശരി ഉത്തരം ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്. ചോദ്യം 3. W. C. ബാനർജി ആധ്യക്ഷം വഹിച്ച രണ്ടാമത്തെ സമ്മേളനം? ശരി ഉത്തരം 1892 അലഹാബാദിൽ നടന്ന 8ാമത്തെ സമ്മേളനം. ചോദ്യം 4. 1886 കൽക്കട്ടയിൽ നടന്ന രണ്ടാം സമ്മേളനത്തിന്റെ അധ്യക്ഷൻ? ശരി ഉത്തരം ദാദാഭായ് നവറോജി. ചോദ്യം 5. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ഏക മലയാളി? ശരി ഉത്തരം സി ശങ്കരൻ നായർ. ചോദ്യം 6. സി ശങ്കരൻ നായർ അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനം? ശരി ഉത്തരം 1897 അമരാവതിയിൽ നടന്ന 13ാമത് സമ്മേളനം. ചോദ്യം 7. ഒരു ഇംഗ്ലീഷുകാരൻ അധ്യക്ഷനായ ആദ്യ കോൺഗ്രസ് സമ്മേളനം? ശരി ഉത്തരം 1888 അലഹാബാദിൽ നടന്ന 4ാമത് സമ്മേളനം. ജോർജ് യൂൾ ആയിരുന്നു അധ്യക്ഷൻ. ചോദ്യം 8. കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷയായ ആദ്യ വനിത? ശരി ഉത്തരം ആനി ബസന്റ്. 1917 കൽക്കട്ട സമ്മേളനത്തിൽ കോൺഗ്രസ് അധ്യക്ഷയാകുന്ന ആദ്യ വിദേശ വനിത എന്ന റെക്കോർഡും ആനി ബസന്റിനാണ്. ചോദ്യം 9. കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷസ്ഥാനത്തെത്തിയ വനിതകൾ? ശരി ഉത്തരം ആനി ബസന്റ്, സരോജിനി നായിഡു. ചോദ്യം 10. കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷസ്ഥാനത്തെത്തിയ ആദ്യ ഇന്ത്യൻ വനിത? ശരി ഉത്തരം സരോജിനി നായിഡു. 1925 കാൺപൂരിൽ നടന്ന 40 സമ്മേളനത്തിൽ. ചോദ്യം 11. സ്വദേശി മുദ്രാവാക്യം ഔപചാരികമായി പ്രഖ്യാപിക്കപ്പെട്ട സമ്മേളനം? ശരി ഉത്തരം 1905 ബനാറസിൽ നടന്ന 21ാമത് സമ്മേളനം. ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു അധ്യക്ഷൻ. ചോദ്യം 12. കോൺഗ്രസിന്റെ ലക്ഷ്യം സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം? ശരി ഉത്തരം 1906 കൽക്കട്ട സമ്മേളനം. 22ാമത്. ദാദാഭായ് നവറോജി ആയിരുന്നു അധ്യക്ഷൻ. ചോദ്യം 13. വന്ദേമാതരം ആദ്യമായി ആലപിച്ച സമ്മേളനം? ശരി ഉത്തരം 1896 കൽക്കട്ട സമ്മേളനം. 12ാമത്. റഹ്മത്തുള്ള എം സയാനി ആയിരുന്നു അധ്യക്ഷൻ. ചോദ്യം 14. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ സമ്മേളനം? ശരി ഉത്തരം 1929 ലഹോർ സമ്മേളനം. 44ാമത്. ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. ചോദ്യം 15. സർ വില്യം വെഡർ ബേൺ അധ്യക്ഷത വഹിച്ച സമ്മേളനം? ശരി ഉത്തരം 1910 അലഹാബാദ് സമ്മേളനം. 25ാമത്. ചോദ്യം 16. ജനഗണമന ആദ്യമായി ആലപിച്ച സമ്മേളനം? ശരി ഉത്തരം 1911 കൽക്കട്ട സമ്മേളനം. 26ാമത്. ബിഷൻ നാരായൺ ദാർ ആയിരുന്നു അധ്യക്ഷൻ. ചോദ്യം 17. കോൺഗ്രസിലെ തീവ്രവാദ പക്ഷക്കാരിൽ നിന്നുള്ള പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്താനായി കോൺഗ്രസിന്റെ ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയ സമ്മേളനം? ശരി ഉത്തരം 1915 ബോംബെ സമ്മേളനം. 30ാമത്. സത്യേന്ദ്ര പ്രസന്ന സിൻഹ ആയിരുന്നു അധ്യക്ഷൻ. ചോദ്യം 18. 1922 ഗയയിൽ നടന്ന 37ാമത് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ? ശരി ഉത്തരം ചിത്തരഞ്ജൻ ദാസ്. ഇദ്ദേഹം പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് മാറി സ്വരാജ് പാർട്ടി രൂപവത്കരിച്ചു. ചോദ്യം 19. കോൺഗ്രസിലെ മിതവാദി തീവ്രവാദി പക്ഷക്കാർ തമ്മിൽ ഐക്യമുണ്ടായ സമ്മേളനം? ശരി ഉത്തരം 1916 ലക്നൌ സമ്മേളനം. 31ാമത്. അംബിക ചരൺ മജുംദാർ ആയിരുന്നു അധ്യക്ഷൻ. ചോദ്യം 20. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ച സമ്മേളനം? ശരി ഉത്തരം 1920 കൽക്കട്ടയിൽ നടന്ന പ്രത്യേക കോൺഗ്രസ് സമ്മേളനത്തിൽ. ലാല ലജ്പത് റായ് ആയിരുന്നു അധ്യക്ഷൻ. ചോദ്യം 21. ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് രൂപവൽകൃതമായ സമ്മേളനം? ശരി ഉത്തരം 1928 കൽക്കട്ടയിൽ നടന്ന 43ാമത് സമ്മേളനം. ചോദ്യം 22. ഗാന്ധിജി അധ്യക്ഷത വഹിച്ച ഏക കോൺഗ്രസ് സമ്മേളനം? ശരി ഉത്തരം 1924 ബെൽഗാം സമ്മേളനം. 39ാമത്. ചോദ്യം 23. ഗാന്ധിജി പങ്കെടുത്ത ആദ്യ കോൺഗ്രസ് സമ്മേളനം? ശരി ഉത്തരം 1901 കൽക്കട്ട സമ്മേളനം. 17ാമത്. ദിൻഷ വാജ ആയിരുന്നു അധ്യക്ഷൻ. ചോദ്യം 24. സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനങ്ങൾ? ശരി ഉത്തരം 1938 ഹരിപുര, 1939 ത്രിപുരി സമ്മേളനങ്ങൾ. ത്രിപുരി സമ്മേളനത്തിന്റെ അധ്യക്ഷസ്ഥാനം പിന്നീട് രാജിവെച്ചു. തുടർന്ന് രാജേന്ദ്രപ്രസാദ് ഇടക്കാല അധ്യക്ഷനായി. ചോദ്യം 25. ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനങ്ങൾ? ശരി ഉത്തരം 1929 ലഹോർ, 1936 ലക്നൌ,
1937 ഫൈസ്പർ സമ്മേളനങ്ങൾ. ചോദ്യം 26. സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാനുള്ള തീരുമാനമെടുത്ത സമ്മേളനം. ശരി ഉത്തരം 1927 മദ്രാസ് സമ്മേളനം. 42 മത്. M.A. അൻസാരിയായിരുന്നു അധ്യക്ഷൻ. ചോദ്യം 27. 1931 കറാച്ചിയിൽ നടന്ന 45 മത് കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ശരി ഉത്തരം സർദാർ വല്ലഭ്ഭായ് പട്ടേൽ. ചോദ്യം 28. മദൻ മോഹൻ മാളവ്യ അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം. ശരി ഉത്തരം 1909 ലഹോർ സമ്മേളനം. 24 മത്. ചോദ്യം 29. സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപ് നടന്ന അവസാനത്തെ കോൺഗ്രസ് സമ്മേളനം നടന്നത്. ശരി ഉത്തരം 1946 മീററ്റിൽ. ചോദ്യം 30. 1946 മീററ്റ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ശരി ഉത്തരം JB കൃപലാനി. ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ JB കൃപലാനിയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ. ചോദ്യം 31. കുറഞ്ഞ സമയത്തേക്കുള്ള അന്തരീക്ഷ അവസ്ഥയെ സൂചിപ്പിക്കുന്ന പദമേത്? ശരി ഉത്തരം ദിനാന്തരീക്ഷസ്ഥിതി. ചോദ്യം 32. ദീർഘകാലത്തെ ദിനാന്തരീക്ഷസ്ഥിതിയുടെ ശരാശരി ഏതു പേരിൽ അറിയപ്പെടുന്നു? ശരി ഉത്തരം കാലാവസ്ഥ. ചോദ്യം 33. മൺസൂൺ എന്ന വാക്കുണ്ടായത് ഏത് അറബി പദത്തിൽ നിന്നാണ്? ശരി ഉത്തരം മൗസം. ചോദ്യം 34. മൗസം എന്ന അറബി വാക്കിന്റെ അർത്ഥമെന്ത്? ശരി ഉത്തരം ഋതുക്കൾ. ചോദ്യം 35. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥ ഏതു വിഭാഗത്തിലേതാണ്? ശരി ഉത്തരം ഉഷ്ണ മൺസൂൺ കാലാവസ്ഥ. ചോദ്യം 36. കാലങ്ങൾക്കനുസരിച്ചുള്ള കാറ്റിന്റെ ഗതിമാറ്റവുമായി ബന്ധപ്പെട്ട കാലാവസ്ഥ ഏത്? ശരി ഉത്തരം മൺസൂൺ കാലാവസ്ഥ. ചോദ്യം 37. കാലികവാദത്തിന് ഉദാഹരണമേത്? ശരി ഉത്തരം മൺസൂൺ കാറ്റുകൾ. ചോദ്യം 38. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ സാധാരണമായി കേരളതീരത്തെത്തുന്ന ദിവസമേത്? ശരി ഉത്തരം ജൂൺ 1. ചോദ്യം 39. 3 മുതൽ 7 വർഷത്തിലൊരിക്കൽ സംഭവിക്കാറുള്ളതും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വരൾച്ച, വെള്ളപ്പൊക്കം, തീവ്രമായ കാലാവസ്ഥ എന്നിവയ്ക്ക് കാരണമാകുന്നതുമായ കാലാവസ്ഥാ പ്രതിഭാസമേത്? ശരി ഉത്തരം എൽ നിനോ. ചോദ്യം 40. പശ്ചിമഘട്ട പ്രദേശത്ത് ലഭിക്കുന്ന മഴയിൽ കൂടുതലും ഏതിനത്തിൽ ഉൾപ്പെടുന്നതാണ്? ശരി ഉത്തരം പർവ്വതവൃഷ്ടി. ചോദ്യം 41. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് ഏതാനും ദിവസങ്ങളിൽ തുടർച്ചയായി മഴ ലഭിച്ച ശേഷം ഒന്നോ അതിൽ കൂടുതലോ ആഴ്ചകൾ മഴ ലഭിക്കാതിരിക്കുന്നത് എങ്ങനെ അറിയപ്പെടുന്നു? ശരി ഉത്തരം മൺസൂൺ ഇടവേള. ചോദ്യം 42. ഋതുക്കളുടെ ചാക്രികമായ വാർഷിക ആവർത്തനത്തെ അടിസ്ഥാനമാക്കി ഇന്ത്യയിലെ ഋതുക്കളെ എത്ര ഇനങ്ങളായി തിരിച്ചിരിക്കുന്നു? ശരി ഉത്തരം 4. ചോദ്യം 43. ഇന്ത്യയിലെ 4 ഋതുക്കൾ ഏതെല്ലാം? ശരി ഉത്തരം ശൈത്യകാലം, ഉഷ്ണകാലം, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ, മൺസൂണിന്റെ പിൻവാങ്ങൽ. ചോദ്യം 44. സാധാരണമായി ഏത് മാസത്തിന്റെ മധ്യത്തോടെയാണ് ഉത്തരേന്ത്യയിൽ ശൈത്യകാലം എത്തുന്നത്? ശരി ഉത്തരം നവംബറിന്റെ. ചോദ്യം 45. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ ഏറ്റവും തണുപ്പേറിയ മാസങ്ങളേവ? ശരി ഉത്തരം ഡിസംബറും ജനുവരിയും. ചോദ്യം 46. ശൈത്യകാലം കൃത്യമായി അനുഭവപ്പെടാത്ത ഇന്ത്യയിലെ പ്രദേശമേത്? ശരി ഉത്തരം ഉപദ്വീപീയ മേഖല. ചോദ്യം 47. ശൈത്യകാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ മഴയ്ക്കു കാരണമാകുന്ന ശക്തി കുറഞ്ഞ മിതോഷ്ണ ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നതെവിടെ? ശരി ഉത്തരം മെഡിറ്ററേനിയൻ കടൽ. ചോദ്യം 48. ശൈത്യകാലത്തെ മഴ ഏതിനും വിളക്കാണ് ഗുണകരമാകുന്നത്? ശരി ഉത്തരം റാബി വിളകൾക്ക്. ചോദ്യം 49. ഒക്ടോബർ നവംബർ മാസങ്ങളിൽ ബംഗാൾ ഉൾക്കടലിലൂടെ സഞ്ചരിച്ച് തമിഴ്നാടിന്റെയും ആന്ധ്രയുടെയും തീരപ്രദേശങ്ങളിൽ ശക്തമായ മഴയ്ക്ക് കാരണമാകുന്ന കാറ്റുകളേവ? ശരി ഉത്തരം വടക്കുകിഴക്കൻ മൺസൂൺ. ചോദ്യം 50. ഉത്തരേന്ത്യയിലെ ഉഷ്ണകാലം ഏത് കാലയളവാണ്? ശരി ഉത്തരം ഏപ്രിൽ മുതൽ ജൂൺ വരെ. ചോദ്യം 51. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയിൽ അന്തർ ഉഷ്ണമേഖലാ സംക്രമണ മേഖലയുടെ കേന്ദ്രഭാഗത്ത് രൂപപ്പെടുന്ന വരണ്ട ഉഷ്ണക്കാറ്റേത്? ശരി ഉത്തരം യു. ചോദ്യം 52. വടക്കേ ഇന്ത്യൻ സമതലങ്ങളിൽ പഞ്ചാബ് മുതൽ ബിഹാർ വരെയുള്ള പ്രദേശങ്ങളിൽ രൂപപ്പെടുന്ന ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റേത്? ശരി ഉത്തരം ലൂ. ചോദ്യം 53. ഏതൊക്കെ പ്രദേശങ്ങൾക്കിടയിലാണ് ഉഷ്ണക്കാറ്റായ ലൂവിന്റെ തീവ്രത കൂടുതലായിരിക്കുന്നത്? ശരി ഉത്തരം ഡൽഹിക്കും പട്നയ്ക്കുമിടയിൽ. ചോദ്യം 54. 4ാം തവണയും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതാര്? ശരി ഉത്തരം ഹേമന്ത് സോറൻ. ചോദ്യം 55. സംസ്ഥാനത്തെ ആദിവാസി മേഖലകളെ ഡിജിറ്റലാക്കാൻ കെഫോൺ നടപ്പാക്കുന്ന പദ്ധതി? ശരി ഉത്തരം കണക്ടിംഗ് ദി അൺകണക്ടഡ്. ചോദ്യം 56. സംസ്ഥാനത്ത് ISO സർട്ടിഫിക്കേഷൻ ലഭിക്കുന്ന ആദ്യ കുടുംബശ്രീ യൂണിറ്റ്? ശരി ഉത്തരം വെങ്ങാപ്പള്ളി, വയനാട്.
ചോദ്യം 57. ഇത്തവണത്തെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചതാർക്ക്? ശരി ഉത്തരം വി എം ഗിരിജ. 50,000 രൂപയാണ് പുരസ്കാരത്തുക. ചോദ്യം 58. നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി 4 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്ത ഇന്ത്യയുടെ ഒളിമ്പിക് മെഡൽ ജേതാവ് കൂടിയായ ഗുസ്തി താരം. ശരി ഉത്തരം ബജ്രംഗ് പുണിയ. ചോദ്യം 59. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ക്രിയേറ്റീവ് മൈൻഡ്സ് ഓഫ് ടുമോറോ യിൽ മികച്ച സംവിധായികയായി തിരഞ്ഞെടുക്കപ്പെട്ട മലയാളി. ശരി ഉത്തരം അർഷലി ജോസ്. ചിത്രം ഗുല്ലു. ചോദ്യം 60. അയൽരാജ്യങ്ങളോളം നീളുന്ന പ്രഹരപരിധിയുള്ള K-4 ആണവ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണാടിസ്ഥാനത്തിൽ വിക്ഷേപിച്ചത് ഏത് അന്തർവാഹിനിയിൽ നിന്നാണ്? ശരി ഉത്തരം INS ഹരിഗാദ്. ചോദ്യം 61. 16 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് സാമൂഹിക മാധ്യമങ്ങളിൽ വിലക്കേർപ്പെടുത്തിക്കൊണ്ടുള്ള ബിൽ പാസാക്കിയ രാജ്യം. ശരി ഉത്തരം ഓസ്ട്രേലിയ. ചോദ്യം 62. ഇന്ത്യയിലെ ആദ്യത്തെ റോബോ പാർക്ക് സ്ഥാപിക്കാനൊരുങ്ങുന്നതെവിടെ? ശരി ഉത്തരം തൃശൂർ. ചോദ്യം 3. ഇന്ത്യ സിംഗപ്പൂർ സംയുക്ത സൈനികാഭ്യാസമായ അഗ്നിവാരിയർ 2024 നടന്നത് ഏത് സംസ്ഥാനത്താണ്? ശരി ഉത്തരം മഹാരാഷ്ട്ര. ചോദ്യം 64. പശുക്കൾക്കായി 22 കോടി രൂപയുടെ പുതിയ ഇൻഷുറൻസ് സ്കീം നടപ്പാക്കുന്ന സംസ്ഥാനം. ശരി ഉത്തരം കേരളം. ചോദ്യം 65. ITIകളിൽ 2 ദിവസത്തെ ആർത്തവാവധി പ്രഖ്യാപിച്ച സംസ്ഥാനം. ശരി ഉത്തരം കേരളം. ചോദ്യം 66. പെറ്റ് എക്സ്പോർട്ട് സംവിധാനം നിലവിൽ വന്ന ശേഷം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ആദ്യമായി എത്തിയ വളർത്തുമൃഗം. ശരി ഉത്തരം ഇവ എന്ന പൂച്ചക്കുട്ടി. ചോദ്യം 61. തീ കായുമ്പോൾ ചൂട് ലഭിക്കുന്നത് ഏതിനും താപപ്രേഷണമാണ്? ശരി ഉത്തരം വികിരണം. ചോദ്യം 62. ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 പര്യവേക്ഷണ വാഹനം സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ ചന്ദ്രനില പ്രദേശത്തിന് നൽകിയ പേരെന്ത്? ശരി ഉത്തരം ശിവശക്തി പോയിന്റ്. ചോദ്യം 63. ഒരു ദർപ്പണത്തിന്റെ പതനകോൺ 35 ഡിഗ്രി ആയാൽ അതിന്റെ പ്രതിപനകോൺ എത്ര? ശരി ഉത്തരം 35 ഡിഗ്രി. ചോദ്യം 64. സംക്രമണ മൂലകങ്ങളുടെ എല്ലാ പൊതുഗുണങ്ങളും കാണിക്കാത്ത കപടസംക്രമണ മൂലകങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? ശരി ഉത്തരം സിങ്ക്, മെർക്കുറി. ചോദ്യം 65. ടൈറ്റാനിയം ഡയോക്സൈഡ് ഉത്പാദനത്തിലെ അസംസ്കൃത വസ്തുവേത്? ശരി ഉത്തരം റൂട്ടൈൽ. ചോദ്യം 66. ലോഹങ്ങൾ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന വാതകമേത്? ശരി ഉത്തരം ഹൈഡ്രജൻ. ചോദ്യം 67. വൈദ്യുത വിശ്ലേഷണത്തിന്റെ പ്രായോഗിക ഫലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ശരി ഉത്തരം രാസവസ്തുക്കൾ ഓക്സീകരിക്കാൻ. ചോദ്യം 68. വൈദ്യുത ചാർജിന്റെ യൂണിറ്റ് ഏത്? ശരി ഉത്തരം കൂളോം. ചോദ്യം 69. ഒരു ന്യൂറോണിന്റെ ആക്സോണിനെ പൊതിയുന്ന കൊഴുപ്പിന്റെയും പ്രോട്ടീനിന്റെയും സംരക്ഷണ പാളി ഏത്? ശരി ഉത്തരം മയലിൻ കവചം. ചോദ്യം 70. ചുവന്ന ഡേറ്റ ബുക്കിലെ പച്ച പേജുകളിൽ അടങ്ങിയിരിക്കുന്നു? ശരി ഉത്തരം മുൻപ് വംശനാശഭീഷണി നേരിട്ടവയും എന്നാൽ ഇപ്പോൾ വീണ്ടെടുക്കപ്പെട്ടവയും ഇനി വംശനാശഭീഷണി ഇല്ലാത്തതുമായ ജീവിവർഗങ്ങളുടെ പട്ടിക. ചോദ്യം 71. ആസ്പിരിൻ ഏതിനം ഔഷധ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു? ശരി ഉത്തരം അനാൽജസിക്കുകൾ. ചോദ്യം 72. രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിച്ച് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്ന കോശങ്ങളോവ? ശരി ഉത്തരം ന്യൂട്രോഫിൽ, മോണോസൈറ്റ്. ചോദ്യം 73. സെൽഷ്യസ് സ്ലെയിൽ, ഫാരൻഹീറ്റ് സ്ലെയിൽ എന്നിവ ഒരേ അളവ് കാണിക്കുന്ന ഊഷ്മാവ് ഏത്? ശരി ഉത്തരം -40. ചോദ്യം 74. വിറ്റമിൻ കെയുടെ ആഗിരണം നടക്കുന്നതെവിടെ? ശരി ഉത്തരം വൻകുടൽ. ചോദ്യം 75. കണ്ണുകൾ, വൃക്കകൾ എന്നിവയെ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തുന്ന യോജകകല ഏത്? ശരി ഉത്തരം നാരുകല. ചോദ്യം 76. പേസ് മേക്കർ എന്നറിയപ്പെടുന്ന ഹൃദയത്തിന്റെ ഭാഗമേത്? ശരി ഉത്തരം സൈനോ ഏട്രിയൽ നോഡ്. ചോദ്യം 77. സ്റ്റാൻഡേർഡ് മോഡൽ പ്രകാരം കണികകൾക്ക് മാസ് നൽകുന്ന അടിസ്ഥാനകണമേത്? ശരി ഉത്തരം ഹിഗ്സ് കണം. ചോദ്യം 78. ഒരു വസ്തു ദ്രവത്തിലായിരിക്കുമ്പോൾ അനുഭവപ്പെടുന്ന ഭാരക്കുറവ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരി ഉത്തരം പ്ലവക്ഷമബലം. ചോദ്യം 79. ഒരു കുതിരശക്തി അഥവാ ഹോഴ്സ് പവർ എന്നറിയപ്പെടുന്ന അളവെത്ര? ശരി ഉത്തരം 746 വാട്ട്. ചോദ്യം 80. സ്പൈറൽ ട്യൂബുകൾ, നിയതമായ ആകൃതിയില്ലാത്ത യന്ത്രഭാഗങ്ങൾ, ഇലക്ട്രോണിക് ഘടകങ്ങൾ എന്നിവ വൃത്തിയാക്കാനുപയോഗിക്കുന്ന തരംഗങ്ങളേവ? ശരി ഉത്തരം അൾട്രാസോണിക്. ചോദ്യം 81. ഒരു സർക്യൂട്ടിലെ പ്രതിരോധത്തിന് ക്രമമായി മാറ്റം വരുത്തി കറന്റിനെ നിയന്ത്രിക്കാനുള്ള ഉപകരണമേത്? ശരി ഉത്തരം റിയോസ്റ്റാറ്റ്. ചോദ്യം 82. ക്ലാസ്സിൽ ടീച്ചർ കാണിക്കുന്ന ചിത്രത്തോട് പഠിതാക്കൾ വ്യത്യസ്ത രീതിയിൽ പ്രതികരിക്കുന്നു. ഇങ്ങനെ സംഭവിക്കുന്നത് ഇതിലുള്ള വ്യത്യാസമാണ്. ശരി ഉത്തരം പ്രത്യക്ഷണത്തിൽ.
ചോദ്യം 83. വ്യക്തിമനഃശാസ്ത്രം എന്ന ചിന്താധാരയുടെ സ്ഥാപകനാര്? ശരി ഉത്തരം ആൽഫ്രഡ് ആഡർ. ചോദ്യം 84. ജീൻ പിയാഷെയുടെ നിരീക്ഷണമനുസരിച്ച് വൈജ്ഞാനിക വികാസത്തിന്റെ ഏത് ഘട്ടത്തിലാണ് കുട്ടി സ്വയം കേന്ദ്രീകൃതത്വം എന്ന അവസ്ഥ പ്രകടമാക്കുന്നത്? ശരി ഉത്തരം പ്രാഗ്മനോവ്യാപാരഘട്ടം. ചോദ്യം 85. പ്രൈമറി ക്ലാസുകളിൽ കണ്ടെത്തൽ പഠനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണമെന്ന് ശക്തമായി മുന്നോട്ടുവച്ചതാരാണ്? ശരി ഉത്തരം ജെറോം എസ് ബ്രൂണർ. ചോദ്യം 86. റോബർട്ട് ഹാവിഗസ്റ്റ് ചുവട കൊടുത്ത ഏത് ആശയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശരി ഉത്തരം വികസന പ്രവൃത്തി. ചോദ്യം 87. പഠനവുമായി ബന്ധപ്പെട്ട് പഠിതാക്കളിലുണ്ടാകുന്ന ഭയം എന്തുപേരിൽ അറിയപ്പെടുന്നു? ഉത്തരം സോഫോഫോബിയ. ചോദ്യം 88. ചുവട കൊടുത്തവയിൽ പ്രോജക്ട് രീതിയുടെ സവിശേഷത അല്ലാത്തത് ഏത്? ശരി ഉത്തരം ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിന് അവസരമൊരുക്കുക. ചോദ്യം 89. സമ്പൂർണത എന്നത് കേവലം ഭാഗങ്ങളുടെ കൂടിച്ചേരൽ മാത്രമല്ല. ഈ ആശയത്തെ ചുവട കൊടുത്ത ഏത് മനഃശാസ്ത്ര ചിന്താധാരയുമായി ബന്ധപ്പെടുത്താം? ശരി ഉത്തരം ഗസ്റ്റാൾട്ട് വാദം. ചോദ്യം 90. ഒരു ടീച്ചർ ക്ലാസ്സിൽ നൽകുന്ന പ്രബലനം. ശരി ഉത്തരം പോസിറ്റീവ് പ്രബലനവും നെഗറ്റീവ് പ്രബലനവും. ചോദ്യം 91. ഭാഷാ സമ്പാദന ഉപാധി എന്ന ആശയം മുന്നോട്ടുവച്ചതാര്? ശരി ഉത്തരം നോം ചോംസ്കി. ചോദ്യം 92. പ്രക്ഷേപണ പ്രവിധികൾക്ക് ഉദാഹരണമല്ലാത്തത് ഏത്? ശരി ഉത്തരം സോഷ്യോമെട്രി ടെസ്റ്റ്. ചോദ്യം 93. GW ആൽപോർട്ടിന്റെ അഭിപ്രായത്തിൽ ഒരാളുടെ വ്യക്തിത്വത്തിന്റെ എല്ലാ മേഖലയിലും വ്യാപരിച്ചു കാണുന്ന സവിശേഷകം ഏതാണ്? ശരി ഉത്തരം പ്രമുഖ സവിശേഷകം. ചോദ്യം 94. വൈകാരിക ബുദ്ധിയുടെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? ശരി ഉത്തരം സഹാനുഭൂതി. ചോദ്യം 95. പഠിതാക്കൾ വരുത്തുന്ന പിശകുകൾ മിക്കവാറും സൂചിപ്പിക്കുന്നത്? ശരി ഉത്തരം പഠിതാവിന്റെ ചിന്താരീതി. ചോദ്യം 96. തുറന്ന ചോദ്യങ്ങളുടെ പ്രത്യേകത ഏത്? ശരി ഉത്തരം പ്രശ്നനിർദ്ധാരണത്തിന് വ്യത്യസ്ത വഴികളും ഉത്തരങ്ങളും ഉള്ളത്. ചോദ്യം 97. മന്ദപഠിതാക്കളെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? ശരി ഉത്തരം അവർക്ക് ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ മാത്രം നൽകി അവരെ പ്രാപ്തരാക്കുക. ചോദ്യം 98. പഠനബോധന പ്രവർത്തനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ യഥാസമയം വിലയിരുത്തി ആവശ്യമായ പിന്തുണ നൽകുന്നത് വിലയിരുത്തലിന്റെ ഏത് തലമാണ്? ശരി ഉത്തരം പഠനത്തിനായുള്ള വിലയിരുത്തൽ.